ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിനോ ജോണാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 102 സീറ്റിൽ കേരളത്തിലെ ടീം UDF മിന്നും വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. 10 വർഷം കേരളത്തിൽ അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റിന്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരായി കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും വിധിയെഴുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾക്കും ആദ്യമേ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നലെ രാത്രി ഞാൻ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇട്ടിരുന്നു. ഇന്നത്തെ ഇലക്ഷൻ്റെ റിസൾട്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് ഞാൻ സൂചിപ്പിച്ചിരുന്നത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, കേരളത്തിൽ നാളെ മെയ് 4, 2026 കേരളത്തിൽ 90നും 105നും ഇടയിൽ സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നുള്ളതാണ്. പിന്നീട് ഞാൻ തന്നെ അതിൽ ഒരു ബ്രാക്കറ്റിലായിട്ട് സൂചിപ്പിച്ചത് 101 സീറ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് ഞാൻ സൂചിപ്പിക്കുക. അതായത് 90നും 105നും ഇടയിൽ ഇന്ന് 102 സീറ്റിൽ ടീം UDF മിന്നും വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. 2, സ്ത്രീകളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വോട്ട് UDFൻ്റെ വിജയത്തിന് നിർണായക ശക്തിയായി മാറും എന്നുള്ളതാണ്. അതിന് KSRTCയിലെ സ്ത്രീകൾക്കുള്ള ഫ്രീ ഫെയർ, അതേപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിനുള്ള പോക്കറ്റ് മണി, ഇതൊക്കെ അതിന് ഒരു കാരണമാകും എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്ന് വരും ദിവസങ്ങളിൽ ഇലക്ഷൻ്റെ വോട്ടിംഗ് ശതമാനം ബാക്കി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകുന്നതാണ്. സ്ത്രീകളുടെയും യുവാക്കളുടെയും കോളേജ് സ്റ്റുഡൻസിൻ്റെയും വോട്ട് കൃത്യമായി ടീം UDFനാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും, അതേപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിന് പോക്കറ്റ് മണിയായിട്ട് മാസം പൈസ നൽകുമെന്നുള്ള കാര്യം. വേറെ പല കാര്യങ്ങളും റെഫർ ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് ആളുകളെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന രണ്ട് കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയതാണ്. പിന്നെ മൂന്നാമതായി പറഞ്ഞത്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കേരളത്തിൽ ഇതോടുകൂടി അസ്തമിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്ന് സത്യമായി. കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ മുന്നണിയിലേക്കും എടുത്ത് ചാടുകയും അവിടെ അധികാരത്തിൽ വരികയും അവിടുത്തെ അധികാര സുഖം ആസ്വദിക്കുകയും ഓരോന്ന് കാട്ടിക്കൂട്ടുകയും ചെയ്യുകയും പിന്നീട് വരുന്ന ഇലക്ഷനിൽ അപ്പുറത്തെ മുന്നണിയിലേക്ക് ചാടുകയും അവിടെ പോയി അധികാരത്തിൽ കയറുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാണി ഗ്രൂപ്പ്. ഈ മാണി ഗ്രൂപ്പിന് കേരളത്തിലെ ജനങ്ങൾ പാഠം പഠിപ്പിച്ചിരിക്കുകയാണ്. ജോസ് കെ മാണി ഉൾപ്പെടെ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ കാലുമാറ്റക്കാരെ തിരിച്ചറിയുകയും അവർക്ക് തക്കതായ ഒരു പാഠം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇന്നേ ദിവസം. നാലാമത്തെ കാര്യം, പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ കേരളത്തിൽ 100-ലധികം സീറ്റ്. പോസ്റ്റൽ വോട്ട് എണ്ണിത്തുടങ്ങുമ്പോൾ മുതൽ കേരളത്തിൽ 100-ലധികം സീറ്റിൽ UDF മുന്നിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് ഉൾപ്പെടെ ലീഡിൽ പിന്നിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ വോട്ടിംഗ് എണ്ണുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. 100-നോടടുത്ത് സീറ്റുകളിലേക്ക് ടീം UDFൻ്റെ സ്ഥാനാർത്ഥികൾ ലീഡിൽ മുന്നേറുകയും അവസാനം 102 സീറ്റിൽ ടീം UDFൻ്റെ പോരാളികൾ വിജയിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. പിന്നെ എടുത്തു പറയേണ്ടതുള്ളത്, ധർമ്മടത്ത് പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ, ഡബിൾ ചങ്കനായ പിണറായി വിജയൻ 6 റൗണ്ടിൽ പിന്നിൽ പോയി എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ യുവ നേതാവായ അബ്ദുൾ റഷീദിൻ്റെ മുന്നിൽ പിണറായി വിജയൻ 6 റൗണ്ടിൽ പിന്നിൽ പോയി. അങ്ങനെ വളരെ മങ്ങിയ ഒരു വിജയം, അതേപോലെ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് പിണറായി വിജയൻ ഇന്ന് വിജയിച്ചത്. അപ്പോൾ ഈ 10 വർഷക്കാലം കേരളത്തിലെ ജനങ്ങളുടെ മുകളിൽ, ജനങ്ങൾക്ക് നേരെ പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയ ധാർഷ്ട്യം, അഹങ്കാരം, അതേപോലെ തന്നെ ഗർവ്, ഇതിനൊക്കെതിരെ ജനങ്ങൾ വിധി എഴുതിയിരിക്കുകയാണ്.
പിണറായി വിജയൻ്റെ സ്വന്തം ബൂത്തിൽ പോലും, സ്വന്തം പഞ്ചായത്തിൽ പോലും പൂർണ്ണമായും ജനങ്ങളുടെ ഒരു സപ്പോർട്ട് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമ മുതലാളിമാരും പിണറായി വിജയനെ കേരളത്തിലെ ഭയങ്കര ജനകീയ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാളും. 10 കോടിയിലധികം കാശാണ് ഓരോ ചാനലുകളും വാങ്ങിച്ചതെന്നുള്ള രീതിയിൽ പല ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കാശ് വാങ്ങി പിണറായി വിജയനെ നന്മയുടെ അപ്പസ്തോലന്മാരാക്കി മുദ്ര കുത്തിയ ചാനലുകൾക്ക് വരെ ഇന്ന് മാറ്റി പറയേണ്ടി വന്നു. കേരളത്തിലെ ഒരു പുതുമുഖ യുവ നേതാവിൻ്റെ, യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്ന അവസ്ഥ വരെ പിണറായി വിജയന് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ടിൽ പിന്നിപ്പോയി എന്നുള്ളതാണ്. നാലാമതായി ഞാൻ പറഞ്ഞത് പോസ്റ്റൽ വോട്ട്. നാലാമതായി പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അഞ്ചാമത് നമ്മൾ കേരളത്തിലെ ഇലക്ഷനെ സംബന്ധിച്ചുള്ള കാര്യമല്ല പറഞ്ഞ് തമിഴ്നാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് തമിഴ്നാട്ടിൽ TVK നിർണായക ശക്തിയായി തീരുന്നു. സ്ത്രീകളുടെയും യുവാക്കളുടെയും വോട്ടും കുട്ടികളുടെ മനസ്സ് സപ്പോർട്ടും വിജയ്ക്ക് ലഭിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലെ ഭരണ സംവിധാനത്തെ വിജയ് നിർണ്ണയിക്കും എന്നുള്ളതാണ് അഞ്ചാമതായി ഞാൻ പറഞ്ഞ ഒരു കാര്യം. ഇത് പറയാനായിട്ട് കാരണം, ഒന്ന്, ഞാൻ വിജയ് ഫാനാണ്. 2, തമിഴ്നാട്ടിൽ എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളും അതേപോലെ അത് ബന്ധുക്കളായിട്ടുള്ളവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് വിജയ് മാത്രമാണ് ഈ ഇലക്ഷനിൽ വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് പൈസ കൊടുക്കാതിരുന്ന ഒരു വ്യക്തി. ബാക്കി എല്ലാ കക്ഷികളും 5000 മുതൽ 10000 വരെയുള്ള പൈസ ഒരു വോട്ടിന് വീതം നൽകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന സുഹൃത്തുക്കളും അതേപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ളവർ എന്നോട് പറഞ്ഞത്, പൈസ തരുന്ന എല്ലാ കക്ഷികളുടെയും അവർ പൈസ വാങ്ങുകയും വിജയ്ക്ക് വോട്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് അവർ പറഞ്ഞൊരു യാഥാർത്ഥ്യം. അപ്പോൾ എനിക്കും അതൊരു ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. കാരണം ജനാധിപത്യ സിസ്റ്റത്തിൽ പൈസ കൊടുക്കാതെ അല്ലാതെ വർക്ക് ചെയ്ത, അല്ലെങ്കിൽ കഴിവുകൊണ്ടോ അല്ല അവർ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങളോ സംസാരിച്ച് ക്യാൻവാസ് ചെയ്ത് വോട്ട് നേടാൻ ശ്രമിക്കുന്ന വിജയ് തന്നെയല്ല ശരി. അപ്പോൾ വിജയാണ് വിജയിക്കേണ്ടത്. അതുമാത്രമല്ല, എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കളും അതേപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ളവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, തമിഴ്നാട്ടിലെ സ്ത്രീകളുടെയും അതേപോലെ തന്നെ യുവജനങ്ങളുടെയും കുട്ടികളുടെയും മനസ്സ് വിജയിക്കൊപ്പാണ്. അതുകൊണ്ട് അവർ സർവകളുടെ വോട്ടും യുവജനങ്ങളുടെ വോട്ടും വിജയ്ക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ എല്ലാ സർവകളും മിക്ക സർവകളും സർവേ നടത്തിയിരിക്കുന്നത് അവിടുത്തെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരിൽ മാത്രമാണ് അവരുടെ സർവേ നടത്തിയിരിക്കുന്നത്. അവരുടെ അഭിപ്രായം അനുസരിച്ച് DMK അല്ലെങ്കിൽ ADMK ഇങ്ങനെയുള്ള സഖ്യ കക്ഷികളെ കുറിച്ചിട്ട് അവരധികാരത്തിൽ വരും, സീറ്റ് കിട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സർവേ മാത്രമാണ് വിജയ് നിർണായക ശക്തി ആവുമെന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അറിവും അതേപോലെ തന്നെ എനിക്ക് നേരിട്ട് അറിയാവുന്നുള്ള കാര്യങ്ങളും അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, വിജയ് തമിഴ്നാട്ടിലെ ഒരു നിർണായക ശക്തിയാവും. തമിഴ്നാട്ടിലെ ഭരണം ആര് കൈയാളുമെന്ന് തീരുമാനിക്കുന്നത് വിജയ് ആയിരിക്കും എന്നുള്ള കാര്യം. അതാണ് ഞാൻ ഇന്നലെ സൂചിപ്പിക്കാനായിട്ട് കാരണം. ഇന്ന് അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് ഗവൺമെൻറ് ആയാലും ഏത് മുന്നണിയായാലും അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറുക എന്നുള്ളത് ഒരു വളരെ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റും അതിൻ്റെ അധികാരത്തിലിരുന്നവരും കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരങ്ങളും അതിക്രമങ്ങളും അഹങ്കാരവും ധാർഷ്ട്യവും നമ്മൾ ഓരോ ദിവസവും നമ്മൾ കണ്ടതാണ്. കാരണം എത്തരത്തിലാണ് അവർ സാധാരണ ജനങ്ങളെ പടിക്ക് പുറത്തും അതേപോലെ തന്നെ വീട്ടിൽ പോയി പറയാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ പിണറായി വിജയനെ ജനങ്ങൾ ഇന്ന് വീട്ടിലിരുത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ധാർഷ്ട്യം കാണിച്ചവരുടെയൊക്കെ ധാർഷ്ട്യവും അഹങ്കാരം ജനങ്ങളുടെ ചൂണ്ടാണി വിരൽ ഇന്ന് അസ്തമിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഏത് മുന്നണിയായാലും അധികാരത്തിൽ വന്നാൽ സാധാരണ ജനങ്ങളുടെ താല്പര്യം അവരുടെ ജീവിത നിലവാരം ഉയർത്താനും അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനും അതേപോലെ തന്നെ അവരുടെ ജീവിത സൗകര്യങ്ങളും ജീവിത നിലവാരവും ഉയർത്താനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്.
അല്ലാതെ തങ്ങളെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട് ധാർഷ്ട്യം കാണിച്ചാൽ, അഹങ്കാരം കാണിച്ചാൽ അവരെ ജനങ്ങൾ തന്നെ വീട്ടിലിരുത്തും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാനായിട്ട് നമുക്കെല്ലാവർക്കും ഇന്ന് സാധിച്ചു. അപ്പോൾ ഇന്ന് ടീം UDFന് 102 സീറ്റുകളിലെ മിന്നും വിജയം നൽകിയ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും നന്ദി പറയുന്നു. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധാർഷ്ട്യത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന നേതാക്കന്മാരുടെ ധാർഷ്ട്യത്തെ തിരുത്താനായിട്ട് അവസരം നൽകിയ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്.